അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കുവാനുള്ള ശ്രമം 9ാം ദിനവും തുടരുകയാണ്. 200ഓളം അഗ്നിരക്ഷാപ്രവർത്തകരാണ് ബ്രഹ്മപുരത്തുള്ളത്. മാലിന്യം ഇളക്കി തീകെടുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 9ാം ദിവസവും ഈ പുക അണയ്ക്കുവാനുള്ള ശ്രമം തുടരുന്നു. മാലിന്യം ഇളക്കി തീകെടുത്തുവാനുള്ള ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതി ഈ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ? ഇന്നും പുക ശമിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാത്രിയും ജില്ലാ കളക്ടർ NSK ഉമേഷ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രാത്രിയിലും പ്രവർത്തനങ്ങൾ തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. രാത്രി 26 എക്സ്കവേറ്ററുകളും അതുപോലെ തന്നെ 8 JCBകളുമാണ് മാലിന്യം കുഴിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ 200 പേരും 50ഓളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും 35 കോർപ്പറേഷൻ ജീവനക്കാരും പോലീസും പുകയണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നേവിയുടെ 19 ജീവനക്കാരും ആരോഗ്യവകുപ്പിൽ നിന്ന് 6 പേരും സേവന രംഗത്തുണ്ട്. 3 ആംബുലൻസുകളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 23 ഫയർ ടെൻഡറുകളും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ എക്സ്കവേറ്ററുകളും രാത്രി മുഴുവൻ പ്രവർത്തന സജ്ജമാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. രാത്രിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സബ് കളക്ടർ P വിഷ്ണുരാജും ഡെപ്യൂട്ടി കളക്ടർ അനിൽകുമാറും രംഗത്തുണ്ട്. ഇത്തരത്തിൽ കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സബ് കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കോടതിയിൽ ഇന്ന് ഈ വിഷയം പ്രതിപാദിക്കും. അത്തരത്തിലുള്ള കോടതി ഇടപെടലുകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ വിശദമായ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിശദീകരണങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിരുന്നു. അതായത് കൊച്ചിയിൽ നിലവിൽ മാലിന്യം നീക്കം ചെയ്യുന്നത് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൊച്ചിൻ കോർപ്പറേഷൻ മേയർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ മേയർ ടോണി ചെമ്മണി ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇവിടുത്തെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ടെൻഡർ ഏറ്റെടുത്ത കമ്പനിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. കമ്പനി വേണ്ട വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടെൻഡർ വിളിച്ചത്. അതിന് കൊച്ചിൻ കോർപ്പറേഷൻ കൂട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇന്നത്തെ മണിക്കൂറുകളിൽ ചർച്ചയാകും. അതിനുള്ള മറുപടി മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗീസ്.